ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുമായിട്ട് വന്നിട്ടുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സിലെ താരമായ രാഹുൽ KPയും പ്രീതം കോട്ടാലും ഈ ഒരു ജനുവരിയിൽ ടീം വിട്ടിട്ടുണ്ടായിരുന്നു. പ്രീതം കോട്ടാൽ പോയത് ചെന്നൈയിൻ FC-യിലേക്കായിരുന്നു. രാഹുൽ KP പോയത് ഒഡീഷ FC-യിലേക്കുമായിരുന്നു പോയിട്ടുള്ളത്. രാഹുൽ KPയുടെ കോൺട്രാക്റ്റിൽ ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരായിട്ടുള്ള മത്സരത്തിൽ ഒഡീഷ എഫ്സിക്ക് വേണ്ടി കളിക്കാനായി സാധിക്കില്ല എന്നുള്ള ഒരു ക്ലോസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ആരാധകൻ മാർക്കസിനോട് ചോദിച്ചിരിക്കുകയാണ്, ചെന്നൈയിൻ എഫ്സിക്കെതിരായിട്ടുള്ള മത്സരത്തിൽ പ്രീതം കോട്ടാൽ കളിക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സിനെതിരായിട്ടുള്ള മത്സരത്തിൽ കളിക്കാൻ പാടില്ല എന്നുള്ള ക്ലോസ് പ്രീതം കോട്ടാലിന് ബാധകമാണോ എന്നുള്ള ചോദ്യത്തിന് മാർക്കസ് റിപ്ലൈ നൽകിയിരിക്കുകയാണ്. അങ്ങനെ ഒരു ക്ലോസ് പ്രീതം കോട്ടാലിൻ്റെ കോൺട്രാക്റ്റിൽ ഇല്ല എന്നാണ് ഇപ്പോൾ മാർക്കസ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചെന്നൈക്കെതിരായിട്ട് വരുന്ന മത്സരത്തിൽ പ്രീതം കോട്ടാൽ ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കുമെന്നുള്ള കാര്യം ഇപ്പോൾ ഉറപ്പായിരിക്കുകയാണ്. ഈസ്റ്റ് ബംഗാളിനെതിരായിട്ടുള്ള മത്സരം കഴിഞ്ഞാൽ പിന്നെ 30-ാം തീയതി കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈയിൻ എഫ്സിക്കെതിരെയാണ് കളിക്കുന്നത്. അപ്പോൾ ആ കളിയിൽ പ്രീതം കോട്ടാൽ ഉണ്ടാവുമെന്നാണ് ഇപ്പോൾ സ്ഥിരീകരണം വന്നിട്ടുള്ളത് മാർക്കസിൻ്റെ ഭാഗത്തുനിന്ന്.